ഹായ് ഗൈസ്, സാക്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ കുറെ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ഒരു ലോങ് വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ കുറെ മുൻപേ, അതായത് ഒരു 2 മാസം മുമ്പ് ഉണ്ടാക്കി വെച്ച ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഗണ്ണാണ്. അതും നമ്മൾ ലാസ്റ്റ് ചെയ്തതും ഒരു ഗണ്ണായിരുന്നു. അതായത് കാൽസ്യം കാർബൈഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഗണ്ണ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതല്ല, ഞാൻ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ഈ വിഷു ഇങ്ങനെ നമ്മളെ ആഘോഷ ദിവസങ്ങളിലൊക്കെ പൊട്ടിക്കുന്ന ഈ എലിമാണം, അതാ റോക്കറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഗണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് അത് ലോഞ്ച് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഗണ്ണ് കാണിച്ചു തരാം. നമ്മുടെ ഗണ്ണ് ഇതാണ്. ഇങ്ങനെ നമ്മുടെ ഗണ്ണ് ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ഗണ്ണ് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, റോക്കറ്റ് സ്റ്റഡിയിൽ പോകാനും പിന്നെ ഓവർ ഹീറ്റ് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ്, ഇത് ഉരുകി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ഇവിടെ എന്തിനാണ് ഇങ്ങനൊരു ഓപ്പണിങ് വെച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലൂടെയാണ് റോക്കറ്റ് ഇടാൻ പോകുന്നത്. അതായത് എലിവാണെന്ന് പറഞ്ഞ സാധനം നമ്മളിവിടെയാണ് ഇടാൻ പോകുന്നത്. ഇതിൽ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടെ ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെ കണ്ട ഒരു നിക്രോം വയറുണ്ട്. ഈ നിക്രോം വയറിൻ്റെ അവിടെ അതിൻ്റെ തിരി നമ്മൾ അവിടെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ സ്വിച്ച് ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് ഗണ്ണ് പ്രവർത്തിക്കുക. ഇത്രയുള്ള ഈ ഗണ്ണിൻ്റെ പ്രവർത്തനം. അതായത് ഈ ഗണ്ണ് എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത കാൽസ്യം കാർബൈഡ് ഗണ്ണ് അത് കട്ട് ചെയ്ത് ചെറുതാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് പിടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ഓക്കെ, നമ്മൾ ബാറ്ററി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ബാറ്ററി. ഇതൊരു 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്, റീചാർജബിൾ ബാറ്ററിയാണ്. ഓക്കെ, ഇതിൽ നിന്ന് 2 കണക്ഷൻ നമ്മൾ നേരിട്ടെടുക്കും. അതിലൊരു കണക്ഷൻ എന്ത് ചെയ്യും, നേരെ നിക്രോം വയറിലേക്ക് കണക്ട് ചെയ്യും. മറ്റൊരു കണക്ഷൻ എന്ത് ചെയ്യും, ഇവിടെയുള്ള സ്വിച്ചിൽ, അതായത് ഈ സ്വിച്ചിലേക്ക് കണക്ഷൻ ചെയ്ത് സ്വിച്ചിൽ നിന്ന് നിക്രോം വയറിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു സർക്യൂട്ടായി. ഈ സ്വിച്ച് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് പൂർത്തിയാവുകയും ഈ നിക്രോം വയർ ഹീറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ വെച്ച് ആ റോക്കറ്റിൻ്റെ തിരിയുമിലേക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓവർ ഹീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, അത് ഷും കഴിഞ്ഞ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഗൈസ്, ഈ ഇതിനെക്കുറിച്ച് ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു തോന്നും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഈ ഗണ്ണ് ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്യണം. ഓക്കെ, ഞാൻ അവിടെ വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ ഈ നിക്രോം വയർ ഇങ്ങനെയാണ് ഉണ്ടാവും. ഓക്കെ, നമ്മളെന്ത് ഇതിൻ്റെ മുകളിൽ കൂടി ലോഡ് പോയി. ഓക്കെ, നോട്ട് മൈ മിസ്റ്റേക്ക്. ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ലോഡ് ചെയ്തെടുക്കണം. ഓക്കെ, ഇങ്ങനെയല്ലാന്ന് ഇങ്ങനെ ലോഡ് ചെയ്തിട്ട് ഞാനത് ചരിച്ച് വെച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും റിസ്ക്. നേരെയാണ് ഞാൻ പൊളിച്ചേനെ. ഓക്കെ, ഇങ്ങനെ ലോഡ് ചെയ്യണം. കണ്ടോ, ഇതിവിടെ ഈ നിക്രോം വേറെ ഇതിനായിട്ട് തട്ടുന്ന രീതിയിൽ ലോഡ് ചെയ്ത് വെച്ചെടുക്കും. ഓക്കെ, നമുക്കൊന്ന് അപ്പം ഓക്കെ, എന്നിട്ട് ഞാനിത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എം ചെയ്ത് വിടണം. പക്ഷേ അങ്ങോട്ട് വിട്ട വീടുണ്ട്, റിസ്ക്കാണ്. ഇങ്ങോട്ട് വിട്ട ബാലവാടി ഉണ്ട്, റിസ്ക്കാണ്. ഇങ്ങോട്ട് വിട്ട വേറൊരു വീടുണ്ട്, അത് വലിയ റിസ്ക്കാണ്. എന്ത് ചെയ്യാം, മുകളിലേക്ക് വിടാം. ഓക്കെ, ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് ഞാൻ കുറച്ച് മാറിയിട്ടാണ്. കറക്റ്റ് കണ്ടോ, ഹീറ്റായി വന്നിട്ട് വെള്ളപ്പോയി പൊട്ടി. ഹീറ്റായി ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒറ്റൊരു എമോ മാത്രമാണ്. ഓക്കെ, ഒറ്റൊരു വാണം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിത് കുറച്ച് ദൂരെ നിന്ന് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ലോഡ് ചെയ്ത് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഒന്നങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഹീറ്റ് മൊത്തം അതിമേ തന്നെ ഫോക്കസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം,
ഞാൻ ഓപ്പൺ ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. ഇങ്ങോട്ടോ ഒരു ചെരിച്ച് വന്നിട്ട് വിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഹീറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ പോകും. A few moments later. 2000 years later. ഇപ്പൊ പോകും. One eternity later. 1 മണിക്കൂറായി ഇവിടെ പിടിച്ചു വെക്കുന്നത്, ഇതുവരെ പോയില്ല. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങോട്ട് കുരുങ്ങു മീനെ. മതി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ കുറേ റിസ്ക് എലമെന്റ്സ് ഉണ്ട്. കാരണം ഞാൻ ഇത് ജസ്റ്റ് ഒരു ഫണ്ണിന് മാത്രം ചെയ്തതാണ്. അപ്പോൾ ഇതാരും വീട്ടിൽ അനുകരിക്കാതിരിക്കുക. ഓക്കെ, അത് തന്നെ അനുകരിക്കാതിരിക്കുക. പിന്നെ ഒരു പ്രോബ്ലം അതിൽ വന്നതെന്ന് വെച്ചാൽ, ഞാൻ തിരുവോണം പോയതെന്ന് വെച്ചാൽ അവിടെ മൊത്തം ബ്ലാക്ക് കളറായിപ്പോൾ, അതായത് മൊത്തം കരി പിടിച്ച പോലെയായിരിക്കും. കാരണം അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും, ഈ ഹീറ്റ് കോയിൽ, അതായത് നമ്മൾ ഹീറ്റിനായിട്ട് യൂസ് ചെയ്തത് നിക്രോം വയറാണ്. ആ നിക്രോം വയർ മൊത്തത്തിൽ എന്ത് ചെയ്യും, ബ്ലാക്ക് കോട്ടിങ് വരും. പിന്നെ ഈ വീണ്ടും ഹീറ്റ് ആകാൻ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വീണ്ടും തുടച്ച് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ 2-3 കൂടി ഞാൻ അങ്ങനെ തന്നെ വെച്ചു, എന്നിട്ട് റെഡി ആയിട്ടില്ല. പിന്നെ അതൊന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം വെച്ചപ്പോഴാണ് ലാസ്റ്റത്തെ റെഡി ആയത്. അതും ഓപ്പൺ ചെയ്ത് വെച്ചോണ്ട് പുക മൊത്തം വായിലൊക്കെ കയറിയാക്കി ഞാൻ അലമ്പായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സാക്. ഗുഡ് ബൈ.